കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ സൂപ്പർ ഹെൽത്തി ഒരു പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുലാവാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു എല്ലാം കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് അതിൽ ഉള്ളി, മല്ലിയില ഇട്ട് നന്നായി വഴറ്റി കുറച്ച് ഗരം മസാല, ബിരിയാണി മസാല ചേർക്കുന്നുണ്ട് 1.5 സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഗരം മസാലപ്പൊടി, സിന്നമൺ പൗഡർ എല്ലാം കൂടെ ചേർത്ത് വഴറ്റി അതിൻ്റെ പച്ചച്ചുവ മാറ്റിയതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് ഇടുക. അതിനകത്ത് ഞാൻ പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് പൈനാപ്പിൾ ഒരു 10 പീസ് പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട്. പൈനാപ്പിൾ എപ്പോഴും ബിരിയാണിക്ക് അല്ലെങ്കിൽ പുലാവിനൊക്കെ നല്ല ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കൊടുക്കും. കുറച്ച് പൈനാപ്പിൾ, ക്യാരറ്റ്, തക്കാളി എല്ലാം കൂടി ഇട്ട്, പിന്നെ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം. അതിനകത്ത് ഞാൻ ബീൻസ് ഇട്ടിട്ടില്ല. കുറച്ച് ബീൻസ് ചെറുതായി കട്ട് ചെയ്ത്, പിന്നെ ക്യാരറ്റ് ആണെങ്കിലും നീളത്തിൽ കട്ട് ചെയ്ത് എല്ലാം കൂടി ഇട്ട് ഇളക്കി, ഈ അരി ഒരു 2 കപ്പ് അരി കുതിർത്ത് വെച്ചേക്കുക. ആ കുതിർത്ത അരി ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ഞാൻ സാധാരണ പുലാവിൽ നിന്ന് ഞാൻ കുറച്ച് കടല വേവിച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളാകുമ്പോൾ അത് ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ വേണ്ടേ, അതിന് ഞാൻ ഇതിനകത്ത് കുറച്ച് കടല വേവിച്ചത്, ഇത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിയ കടലയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കടല ഇട്ട് നന്നായിട്ട് ഇളക്കി, പക്ഷേ എന്നാലും കുറച്ച് എക്സ്ട്രാ നെയ്യ് ഇടുക. ഇട്ടതിന് ശേഷം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇത് തീ കുറച്ച് വെച്ച് ഒരു വിസിൽ കൊടുക്കുക. തീ എപ്പോഴും കുറച്ച് വെക്കണം, എന്നാലേ ഇതിൻ്റെ ഫ്ലേവറെല്ലാം ഈ ചോറിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. തീ കുറച്ച് വെച്ച് ഒരു വിസിലടിക്കുക. എന്നിട്ട് ആവി പോയി കഴിഞ്ഞതിന് ശേഷം അത് തുറന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അത് ഒരു വിസിൽ വെന്ത് കഴിഞ്ഞപ്പം തീ കുറച്ച് വെച്ച് വിസിൽ കൊടുക്കാവൂ. വെന്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ഈ ചോറൊക്കെ കണ്ടോ വേറെ കിടക്കുന്നു. നല്ല വെജിറ്റബിൾസൊക്കെ നല്ല മണം വരുന്നുണ്ട്. പ്ലേറ്റിലേക്ക് ഇടാം, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് ഇതിൻ്റെ പുറത്തൊരു മുട്ടയും കൂടെ വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. കണ്ടോ, വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് കൊടുത്തേക്കുമ്പോൾ ഈ മുട്ടയൊന്ന് കട്ട് ചെയ്ത് ടിഫിൻ ബോക്സിൽ വെച്ച് നമുക്ക് കൊടുത്തേക്കാം.